നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന ചെറിയ യാത്രകളൊന്നുമല്ല. ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ കുറേ സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഒരു ഒന്നൊന്നര ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും നാട്ടിൽ, അതായത് കേരളത്തിൽ നിന്നും ഇവിടെ എത്തി ജോലി ചെയ്യുന്നവരാണ്. സൈബർ ജയിലും കോലലംപൂരുമായി ജോലി ചെയ്യുന്ന 15 മുതിർന്നവരും ഞങ്ങളുടെ കണ്ണിലുണ്ണികളായ 12 കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സംഘം, ആകെ മൊത്തം 27 പേർ. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്നോ, സാക്ഷാൽ സിംഗപ്പൂരിൽ നിന്നും ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് ഒരു ക്രൂയിസ് യാത്ര. കപ്പലിലെ ആ 6 ദിവസങ്ങൾ അതൊരു സ്വപ്നതുല്യമായ അനുഭവമായിരുന്നു. പക്ഷെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയാണ് തുടങ്ങിയത്? ഒരിക്കലുമില്ല. തുടക്കത്തിൽ തന്നെ നല്ല പണി കിട്ടി. അത് എന്താണെന്ന് വഴിയെ പറയാം. ഹായ്, വെൽക്കം ടു സിംഗപ്പൂർ. മാലിന്യൊന്നും പറയാനുണ്ടോ? നല്ലോണം ഉറങ്ങിയ ബസ്സിൽ ഉറങ്ങാൻ പറ്റിയ. നവംബർ 30 ഞായറാഴ്ച. കെയിൽ നിന്നും എല്ലാവർക്കും കൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത് ലാഭമല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ചാർട്ടേഡ് ബസ് ഏർപ്പാടാക്കിയിരുന്നു. പ്ലാൻ സിമ്പിളായിരുന്നു. വെളുപ്പിന് കൃത്യം 3 മണിക്ക് സൈബർ ജയിലിൽ നിന്നും ബസ് പുറപ്പെടും. ഉച്ചയോടെ സിംഗപ്പൂരിൽ എത്തുക, കപ്പലിൽ കയറുക. 2 മണിയായപ്പോഴേക്കും എല്ലാവരും റെഡി. ബാഗ് പാക്ക് ചെയ്തു. ഉറക്കത്തിലായിരുന്ന കുട്ടികളെയും എടുത്തു. എല്ലാവരും ആവശ്യത്തോടെ കാത്തുനിൽപ്പാണ്. സമയം 3 മണിയായി. 3:15. ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരാൾ മാത്രം മിസ്സിങ്. ആരാണെന്നല്ലേ? അത് ഞാൻ തന്നെ. ഞാനും എൻ്റെ ഫാമിലിയും. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവസാനം എങ്ങനെയോ ഫോൺ എടുത്തു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിള്ളേരെയും വാരിയെടുത്ത് ഞാൻ ഓടിക്കിതച്ച് വന്നപ്പോഴേക്കും സമയം വൈകിയിരുന്നു. അങ്ങനെ തുടക്കത്തിലെ കൺഫ്യൂഷനും ചിരിയുമൊക്കെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഉച്ചക്ക് 11 മണിയോടെ ഞങ്ങൾ സിംഗപ്പൂർ ഹാർബർ ഫ്രണ്ടിലെത്തി, ക്രൂയിസ് പോർട്ടിൽ. അവിടെ ആ ഭീമൻ കപ്പൽ കണ്ടപ്പോൾ സത്യം പറയാലോ, കുട്ടികളുടെ കണ്ണ് മാത്രമല്ല ഞങ്ങളുടെ കണ്ണും തള്ളിപ്പോയി. റിസോർട്ട് വേൾഡിന്റെ ഗെൻഡിങ് ഡ്രീംസ് ക്രൂയിസ്, അതൊരു ഒഴുകുന്ന നഗരം കൂടിയാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞ് കപ്പലിൽ കയറിയപ്പോൾ വൈകുന്നേരം 5 മണിയായി. കപ്പൽ മെല്ലെ നീങ്ങി തുടങ്ങി. സിംഗപ്പൂരിൻ്റെ ആ വലിയ കെട്ടിടങ്ങൾ മെല്ലെ മെല്ലെ കാഴ്ചയിൽ നിന്നും മറയുന്നു. ചുറ്റും ഇനി അനന്തമായ കടൽ മാത്രം. ഞങ്ങൾ നമ്മുടെ റൂമിലേക്ക് പോയി. അവിടെ റൂമൊക്കെ ഒന്ന് കണ്ടു. This is our room. This is the bathroom. Nice one. There's a shower area. ഇതൊരു സാധാരണ കപ്പലല്ല കേട്ടോ. ഗെൻഡിങ് ഡ്രീം എന്ന് പറയുന്നത് ഒരു ഭീമൻ കപ്പലാണ്. ഇതിൽ മൊത്തം 19 ഡെക്കുകൾ അഥവാ നിലകൾ ഉണ്ട്. ആലോചിച്ച് നോക്കൂ, 19 നിലകളുള്ള ഒരു വലിയ കെട്ടിടം വെള്ളത്തിലൂടെ ഒഴുകി നടക്കുകയാണെന്ന്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ 2-3 നിലകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അവിടെയാണ് ശരിക്കും ആഘോഷം നടക്കുന്നത്. വലിയ സ്വിമ്മിംഗ് പൂളുകൾ, നമുക്ക് റിലാക്സ് ചെയ്യാൻ ചൂടുവെള്ളത്തിലുള്ള ജക്കൂസികൾ, വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ ലോകോത്തര നിലവാരമുള്ള ബുഫേ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ കുട്ടികൾക്കായി വാട്ടർ സ്ലൈഡുകളും റോപ്പ് കോഴ്സും അടങ്ങുന്ന വലിയൊരു പ്ലേ ഏരിയ, എല്ലാം ഈ മുകൾ തട്ടിലാണുള്ളത്. ഇതുകൂടാതെ സിനിമകളും മാജിക് ഷോകളും കാണാൻ വലിയൊരു തിയേറ്റർ, സോഡിയ തിയേറ്റർ, പിന്നെ സാഹസികർക്കായി കടലിന് മുകളിലൂടെയുള്ള സിപ്പ് ലൈൻ, പാർട്ടികൾക്കായി സൂ ക്ലബ്ബ്. അങ്ങനെ ബോറടിക്കാൻ ഈ കപ്പലിൽ സാമ്യമില്ല എന്നതാണ് സത്യം. രാത്രിയിൽ കപ്പലിൻ്റെ ടോപ്പ് ഡെക്കിൽ നിന്നുള്ള കാഴ്ച, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ അനുഭവമാണ്. താഴേക്ക് നോക്കുമ്പോൾ നീല വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന സ്വിമ്മിംഗ് പൂൾ ഏരിയ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. പകൽ സമയത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് കടലിൽ നിന്നുള്ള ആ തണുത്ത കാറ്റും കൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ ഇതൊരു നല്ലൊരു സ്ഥലമില്ല. ചുറ്റും ഇരുണ്ട കടൽ, നടുവിൽ ദീപാലാരംഗലുമായി ഒഴുകി നീങ്ങുന്ന നമ്മുടെ കപ്പൽ. മനസ്സിന് വല്ലാത്തൊരു സമാധാനം നൽകുന്ന നിമിഷങ്ങളായിരുന്നില്ല. അവിടെ വെറുതെ ആ പൂളിലെ വെളിച്ചത്തിലേക്ക് നോക്കിയിരുന്ന സമയം പോയതറിഞ്ഞില്ല.
നാളെ പിറ്റേ ദിവസം ഡിസംബർ 1 തിങ്കളാഴ്ച ദിവസം മുഴുവൻ കപ്പൽ ഹൈസീസ് ആയിരിക്കും. അതായത് കപ്പൽ എവിടെയും അടുപ്പിക്കില്ല, മുഴുവൻ സമയവും കടലിൽ തന്നെ. കപ്പലിൻ്റെ വേറൊരു ഭാഗത്തായി സൂക്ക് ബീച്ച് ക്ലബ്ബ് എന്ന് പറയുന്ന ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഒരു വലിയ സ്ക്രീനുണ്ട്. അവിടെ ന്യൂമൂൺ എന്ന സിനിമ തുടങ്ങുമായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു കണ്ടു, പിന്നെ എല്ലാം നോക്കി. അതിനു മുകളിൽ നിലയിൽ പോയി കടൽ നോക്കി നമ്മൾ ചെയ്തു. The Volturi are very... ഇനി നമ്മൾ കപ്പലിൻ്റെ താഴത്തെ നിലകളിലേക്ക്, അതായത് ഡെക്ക് 5, 6 എന്നിവിടങ്ങളിലേക്ക് വന്നാൽ അതാണ് ഈ കപ്പലിന് ശരിക്കുള്ള മെയിൻ ഹബ്ബ്. ഇവിടെയാണ് കപ്പലിലെ പ്രശസ്തമായ കാസിനോകൾ പ്രവർത്തിക്കുന്നത്. ഗെയിമുകളും ബഹങ്ങളും ഒക്കെ എപ്പോഴും നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ഡെക്കുകളുടെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വിശാലമായ കോമൺ ബാൽക്കണികളാണ്. ക്യാമ്പിനിൽ ബാൽക്കണി ഇല്ലാത്തവർക്ക് കടൽ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇവിടം സൂപ്പറാണ്. കപ്പലിൻ്റെ വശങ്ങളുടെ കടലിന് തൊട്ടടുത്ത് കൂടെ നടക്കാൻ പറ്റിയ ബോർഡ് വാക്ക് ഏരിയയും ഫോട്ടോ എടുക്കാൻ പറ്റിയ വലിയ ഗ്രാൻഡ് ലോബിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ നിലകളിലാണ്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 18ാം ഡെക്കിലെ റോപ്പ് ക്ലൈംബ് ഏരിയയിലേക്ക് പോയി. അവിടെ നമ്മളിൽപ്പെട്ട പല കുട്ടികളും റോപ്പ് ക്ലൈംബ് ചെയ്തു. റോപ്പ് ക്ലൈംബ് വളരെ സേഫായിട്ടാണ് അവർ ചെയ്യുന്നതായി എനിക്ക് തോന്നി. ഹെൽമെറ്റും അതുപോലെ അതിന് അനുയോജ്യമായ ഷൂസും അവർ നൽകുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല. അതേപോലെ അവർ എല്ലാ കുട്ടികൾക്കും 2 തവണ ട്രൈ ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ടായിരുന്നു. പല കുട്ടികളും കുറച്ച് മുമ്പേ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പക്ഷെ അവിടെ 2-3 ലൈനുണ്ട്. കുറച്ച് സ്റ്റാർട്ടിങ് റേഞ്ചും അതേപോലെ കുറച്ച് ഡിഫിക്കൽട്ട് ലെവലൊക്കെ കൂടിയ റേഞ്ചുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അധിക കുട്ടികളും മുകൾ വരെ കയറാൻ പറ്റിയിരുന്നു. റോപ്പ് ക്ലൈംബ് കൂടാതെ മറ്റൊരു ആകർഷണീയമായ ആക്ടിവിറ്റി സിപ്പ് ലൈനും റോപ്പ് കോഴ്സുമാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഒരു ആകർഷണീയമായ ഓപ്ഷൻസാണിത്. ധൈര്യം പരീക്ഷിക്കാവുന്ന വിഭിന്ന തരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് സിപ്പ് ലൈൻ. വെറുമൊരു സിപ്പ് ലൈൻ അല്ല, കടലിന് 18 നിലകൾക്ക് മുകളിലൂടെ 35 മീറ്റർ നീളത്തിൽ താഴെ പരന്നു കിടക്കുന്ന കടലിനെ നോക്കി ഗ്ലൈഡ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കാറ്റും കാഴ്ചയും. അതുപോലെ മറ്റൊരു കാര്യം അവിടെ ചെയ്യാൻ പറ്റുന്നത് ടേബിൾ ടെന്നീസ് അഥവാ പിങ് പോങ് കളിക്കാനുള്ള ടേബിളുണ്ട്. അതുപോലെ വലിയ ചെസ് ബോർഡ് നിലത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതും ശ്രമിക്കുകയാണ് ഇവിടെ.
നിരക്കെടുക്കുന്നുണ്ട്. ഇത് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കോ. കപ്പലിൽ ക്യാപ്റ്റനും അതുപോലെ കപ്പലിനെ നിയന്ത്രിക്കുന്ന മറ്റു ആൾക്കാർ ഇരിക്കുന്ന ഏരിയ ബ്രിഡ്ജ് റൂം എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക റൂമിൽ അഥവാ ബ്രിഡ്ജ് വ്യൂ റൂം പോയാൽ നമുക്ക് ഒരു ഗ്ലാസ്സിന് പിറകിൽ നിന്ന് ക്യാപ്റ്റനെയും അതേപോലെ മറ്റു ആൾക്കാരെയും കാണാൻ വേണ്ടി പറ്റും. ആ റൂമിൽ ഈ കപ്പലിൻ്റെ ഒരു മാതൃക, ഒരു മോഡലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് സൗത്ത് ബാലി അഥവാ ബെനോവ പോർട്ടിൽ ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഈ കപ്പൽ ആദ്യമായിട്ടാണ് ആ പോർട്ടിലെത്തുന്നത്. അതിൻ്റെ വകയായി അവിടെ ഒരു ഇന്തോനേഷ്യൻ ലോക്കൽ ഡാൻസ് സംഘടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത ബസ്സിൽ നമ്മൾ കുട്ട എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ടൂറിസ്റ്റ് ഏരിയയാണ് കുട്ട. അവിടേക്ക് ബസ്സിൽ ഒരു 2 വാനിലായി നമ്മളെല്ലാവരും യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര മധ്യേ നമ്മൾ സൂര്യാസ്തമയം, വളരെ ഭംഗിയുള്ളൊരു സൂര്യാസ്തമയം കണ്ടു. കുട്ട എന്ന് പറയുന്നത് ഒരു ബീച്ച് ഏരിയ കൂടിയാണ്. വളരെ ഫേമസ് ആയ ഒരു ബീച്ചാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ബീച്ചിൽ ആരും ഇറങ്ങിയില്ല. കുറച്ച് സമയം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ തിരിച്ച് കപ്പലിൽ കയറിയിരുന്നു. പിറ്റേന്ന് രാവിലെ, ബുധനാഴ്ച രാവിലെ നമ്മൾ നോർത്ത് ബാലി ചെലുക്കൻ പവാങ് എന്ന പോർട്ടിലെത്തി. പക്ഷെ അവിടെ ആ പോർട്ടിൽ കപ്പൽ അടുപ്പിക്കില്ലായിരുന്നു. അതിനെ ടെൻഡറിങ് എന്നാണ് പറയുന്നത്. ടെൻഡറിങ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ബോട്ടിൽ നമ്മൾ പിന്നെ കരയിലേക്ക് പോവുകയായിരുന്നു. അതിനുവേണ്ടി കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. ചെലുക്കൻ പവാങ് ഒരു ചെറിയ ഏരിയ ആണ്, അത്ര ഡെവലപ്ഡ് ഏരിയ അല്ല. അതിന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഉലുൻ ദാനു എന്ന് പറയുന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ കാണാൻ വേണ്ടി പോയി. അവിടെ 1-2 മണിക്കൂർ വാനിൽ യാത്ര ചെയ്താണ് എത്തിയത്. എത്തിയ സമയത്ത് മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം സമയം ചിലവഴിക്കാൻ കഴിയില്ല. തിരിച്ച് 5 മണിക്ക് കപ്പൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് നമ്മൾ കപ്പലിലേക്ക് തിരിച്ചെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ഓൺ ടൈമിൽ തന്നെ എത്തി. അവിടെ കപ്പൽ തിരിച്ചേറാൻ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം കപ്പൽ കടലിൽ തന്നെയായിരുന്നു മുഴുവൻ സമയവും. റെഡ് കാർപ്പറ്റ് ഇവൻ്റ് ഉണ്ട്. അതിന് മുന്നോടിയായി നമ്മൾ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും കിഡ്സ് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ഒരുപാട്
ഫോട്ടോ വളരെ നല്ല അന്തരീക്ഷമായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയത്. അന്ന് വൈകുന്നേരം റെഡ് കാർപ്പറ്റ് നൈറ്റ് ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളി വേഷങ്ങളിൽ സുന്ദരന്മാരും സുന്ദരികളുമായി എത്തി. ആ രാത്രിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? കപ്പലിലെ ബെസ്റ്റ് ഡ്രസ്ഡ് ഫീമെയിൽ അവാർഡ് പ്രഖ്യാപിച്ച് വിജയി മറ്റാരുമല്ല, അത് നമ്മളുടെ കൂട്ടത്തിലെ ഷഹാന ആയിരുന്നു. ശരിക്കും അതൊരു അഭിമാന നിമിഷമായിരുന്നു. ക്യാപ്റ്റനെ കാണാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ പിക്കിൾ ബോൾ കളിക്കാൻ കോർട്ടുണ്ടായിരുന്നു. പിക്കിൾ ബോൾ ഒരു ടെന്നീസ് പോലെയുള്ളൊരു കളിയാണ്. പ്ലാസ്റ്റിക് ബോളാണ് കളിക്കുന്നത്. ടെന്നീസിൻ്റെയും ബാഡ്മിൻ്റൻ്റെയും ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ കുറച്ച് സമയം അവസാന ദിനത്തിലെ ലഞ്ച് ബുഫേ കഴിക്കുന്നത് മുന്നോടിയായി ലിഡോ റെസ്റ്റോറൻറ്റും അതിലെ ഫുഡ് ഓപ്ഷൻസും ഒന്ന് നമുക്ക് നടന്ന് കാണാം.